അസ്സലാമു അലൈക്കും. ബദർ യുദ്ധത്തിൽ പിടിച്ചു കെട്ടിയവരിൽ മുത്ത് റസൂലിൻ്റെ എളാപ്പയ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ പിടിച്ചു കെട്ടിയവരുടെ കൂട്ടത്തിലുണ്ട്. ലാസ്റ്റ് ഭാഗം അവരെ വരുത്തി റസൂലുള്ള വിടാനുള്ള ഒരുക്കത്തിൽ അവരോട് പറയുന്ന ഒരു രംഗമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇത് മൊയ്ൻകുട്ടി വൈദ്യരുടെ കൃതിയിലുള്ളതാണ്. 9 ഉലമാക്കൾ കൂടി ചെക്ക് ചെയ്ത് കെട്ടിയതാണ്. ഞാനിവിടെ പാട്ടുപോലെ അവതരിപ്പിച്ച് അതിൻ്റെ അർത്ഥം പറയുന്നതാണ്. ചികത്തർ അബ്ബാസ് അവരും കൂടാം, ചിറയിൽ മീമും നുയുമം പേർകളാം, മഹമൂദാരെ ഹളറത്തിലെത്തി ബരുത്തി തൂതർ ഉരത്തമ്മീലേ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലിൻ്റെ അടുത്ത് വിളിച്ചു. ഈ പിടിച്ചു കെട്ടിയവരുടെ കൂട്ടത്തിലെല്ലാം ഓരോ വിധി പറയുകയാണ് അവിടെ. ചതുർപ്പതും ഇതൻ പേർ അവർകളെ തേണ്ടം, മുതൽ ഉമൈ തരണമേ വിടുവതീനണ്ടും. റസൂലുള്ള എളാപ്പാട് പറയുന്ന രംഗമാണ്. എളാപ്പാട് പറയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ കൊടുന്ന ആൾക്കാരെയും ഈ കൂട്ടത്തിൽ പിടിച്ചു കെട്ടിയവരൊക്കെ വിടണമെങ്കിൽ അതിന് ഫൈന് തരണം, അതിന് മുതലിവിടെ വെക്കണം, എന്നാലേ വിടുകയുള്ളൂ എന്ന് പറയാണ്. അതിനവർ നബിയോട് ജവാബൂരത്ത് കൊണ്ടും ഇല്ല എനൈ വക്കൽ കനീമാകേനേ. അപ്പോൾ ഏട്ടൻ്റെ മകനാണല്ലോ റസൂൽ. അപ്പം മകനോട് പറയാണ്, എൻ്റെ അടുത്ത് അതിനുള്ള പൈസയൊന്നുമില്ല എന്ന്. അപ്പോൾ റസൂലുള്ള പറയാണ്, കനിയെ ഉങ്കൾ ഇസീലാം ദീനാം കമലത്തുള്ളിൽ ഉരത്തവൻ ഞാൻ, അതും ഉങ്ങൾക്കറിയാമെന്നാ അനാഥേട്ടം ചെയ്വതും എന്തിനാം. റസൂലുള്ളാഹി പറയാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ദീനിൽ വരാൻ തീരുമാനിച്ചിരിക്കുന്നു, അതും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് എളാപ്പ മകനോട് പറയുകയാണ്. എന്തിനുണ്ടവർ ഉറ്റേ മൊഴിക്ക് ചിന്തയിലുള്ളത് കൊണ്ട് ഇവിടക്ക്. റസൂലുള്ളാഹിയുടെ മനസ്സിലുള്ള ചിന്തയും കൊണ്ടൊന്നും ഇവിടെ നടക്കില്ല. ഇവിടുന്ന് വിടണമെങ്കിൽ പൈസ വിടക്കണം. ഈ സഹാബത്തിൻ്റെ എൻ്റെ തീരുമാനമൊന്നുമല്ല, ഇവരുടെ തീരുമാനമാണ്. അപ്പോൾ പൈസ അവർക്ക് കൊടുക്കണം, അതിന് പൈസ നിങ്ങൾ വെക്കണം. ഏത് ബന്ധം എന്തായാലും വേണ്ടില്ല, എളാപ്പയായാലും വേണ്ടില്ല, ആപ്പയായാലും വേണ്ടില്ല. റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ ഈ ആൾക്കാരൊക്കെ ചിലവ് കൊടുത്ത് അബൂജാലിൻ്റെ കൂടെ കൊടുന്നതല്ലേ, അപ്പോൾ പൈസ ഇല്ലാതെ കൊണ്ടുവരുമല്ലോ. അതാണ് പറഞ്ഞത്. ബന്ധം അത് ഇല്ലവേ ലാഹിർ വഴിക്ക് വിടുവാൻ കൊതിയെങ്കിൽ ദർഹം വപ്പീം. സ്നേഹത്താൽ ഖുറൈശികളിൽ ചിലവും കൊടുത്ത് അന്തേ കോളിൽ, തൈനെ കൂടെയുള്ളവർ ചിറയാളറുക്കും തമക്കും സ്വന്തം തെരുവീം വെക്കം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, അബ്ബാസിനോട് റളിയല്ലാഹുവിനോട് പറയാണ് എളാപ്പാട്, ഈ കണ്ട ആൾക്കാരൊക്കെ കുറേശ്ശെ ചിലവൊക്കെ കൊടുത്ത് നിങ്ങൾ കൊടുന്നില്ലേ, അപ്പോൾ കാശില്ലാതെ കൊണ്ടല്ലല്ലോ. അപ്പം ഈ പെട്ടവരെ, നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർക്കൊക്കെ പൈസ തരണം നിങ്ങൾക്കും. അതാണ് വരും. ബക്കുബീൻ ഒരു ഉദറാഹിന്നവർക്ക് തക്കവർ ഇന്തൊരു വരൈജനർക്ക്. ഒരാൾക്ക് ഇത്ര ഒരു ദറാഹിന്നത് ഇപ്പം എത്രയേ വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരാൾക്ക് ഇത്ര തരണം, അതിവിടെ വെക്കണം, എന്നിട്ട് നിങ്ങളെ വിടാം. ചിക്കരിൽ ഉറ്റനി ഇല്ലാ കഴിക്ക്
ചൊന്നാർ നബി ഊരു കയത്ത് അളപ്പീ. എളാപ്പാട് പറഞ്ഞു, എളാപ്പ പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല പൊന്നുമാനെന്ന് പറയണമെന്ന് കരയാൻ നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങളെ നാട്ടിൽ അയച്ചിട്ടേ മക്കത്തേക്ക് പോയി ആളെ വിട്ടിട്ടേ അവിടുന്ന് കൊണ്ടിരിക്കും, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന രംഗാണിത്. അയത്തിട്ടിലൂലും അവിടം ഇല്ല അതുക്ക് അവരിൽ ഉരൈ നൂറുള്ള. അയച്ചാലും അവിടെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ റസൂലുള്ള പറയാണ്, കയർത്ത് പോൽ സമയമിൽ തന്നിൽ കണവിൽ നീർ വിളുത്തിട്ടുഞ്ഞീ. അവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണീര് ചായച്ചുകൊണ്ടിരിക്കുകയാണ് എളാപ്പ. അപ്പോഴാണ് റസൂലുള്ള, ഉഞ്ഞടെ ഈ പൊന്നി നിറത്തൊരു പെട്ടി മണ്ണിൽ കുഴിത്തത് മൂടിയുടെ ഈ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിലൊരു ഒരു സ്വർണത്തിൻ്റെ പെട്ടി പെരയുടെ പിന്നിൽ കുഴിച്ചിട്ടില്ലേ, അത് എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തയക്കുകയും ഇവിടുന്ന് ആളെ വിടാന്ന് പറയാണ്. പിന്നിലെ ഉണ്ടനി വല്ലൊരു മട്ടിൽ അയത്താൽ എടുത്തണ പീഡണം എണ്ടേ. ആ പിന്നിലെ പെട്ടി ഉണ്ടല്ലോ, അത് തുറന്നിട്ട് നിങ്ങളതിലത്തെ പൈസയൊക്കെ സ്വർണത്തിൻ്റെ പെട്ടിയല്ലേ, അത് ഇവിടുത്തെ കണക്കുറകാരുടെ പൈസ ഇങ്ങോട്ട് കൊടുത്തയക്കുകയെന്ന് പറയുന്നതാണ്. അയത്തിപ്പോതിൽ ബരുത്തി പൊന്നെ അത് കേട്ട അബ്ബാസ് അജബാലുന്നെ. ഉയത്തിൽ ആരും അറിന്തോരില്ല ഉമയ്യങ്ങിന അറിന്ത് ചൊല്ലാൻ. ഇതാരും അറിയില്ല, മൂപ്പരും അല്ലാതെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ റസൂൽ അറിഞ്ഞെന്നുള്ളതാണ് മൂപ്പരുടെ ചിന്ത വരുന്നത്. അതെങ്ങനെ അറിഞ്ഞ് റസൂലുള്ള എന്ന് പറയുന്നത് അറിഞ്ഞെന്ന് പറയണം ആരെ, അബ്ബാസ് എന്നവർ. അപ്പോൾ റസൂലുള്ള പറയാന്ന്, ചൊല്ലിയനൽ അഹ്റൂഹിൽ അമീനാം നല്ലവർ അബ്ബാസയത്തുടൻ ദീനാർ. കള്ളം പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല, മനസ്സിലായി. അവസാനം ഇവിടുന്ന് 42 ആളെയും ഇട്ടു. മല്ലിൽ ബരുത്തി കൊടുത്ത് വിതിരാ 42 പേരും അവരെ പോനാർ. മല്ലിൽ ബരുത്തി കൊടുത്ത് ഫിതാനാം 42 പേരും അവരും പോനാ. ഉറുക്കാനുടെ നബി വിടുത്തെ പൊളിന്തവർ പോയി തിയാമക്കത്തെ. കുറേശിക്കും പാറപേരിൽ മാറ്റം കുഫിത്ത് ദുതർ മത് ഹാലേറ്റം. കുറേശി കാവിറുപൊക്ക മാറ്റം പുണുത്തപറിഞ്ഞിക്കെ വാക്കാം. അറ്റൽ പുടിത്ത് പെരുക്കിൻഹക്കാൽ ഒന്നാൾ ഇസ്ലാം ദീനിൽ പുകിന്താറെല്ലാൻ. ഒരു ആളെയൊക്കെ വിട്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരിൽ കുറേ ആൾക്കാർ ദീനിൽ ചേരാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആളെ വിട്ടു, 44 ആളായിട്ട് വിട്ടിട്ട് സ്വർണം എടുത്ത് ഇങ്ങോട്ട് കൊടുത്തയച്ചു. അപ്പോഴാണ് പിന്നെ ഒരാൾ കൂടിയുണ്ട്. ആരാന്നറിയോ? റസൂലിൻ്റെ മൂത്ത മരുമകൻ. ആരാന്നറിയോ? സൈനബാ ബീബിയുടെ ഭർത്താവ്. ഇതിൽ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. സൈനബാ ബീബിയുടെ ഭർത്താവും ഉണ്ട് അതിൽ. ഷറഫുൽ ഉലാ നബി മകളാർ സൈനബാബി തനൈ മണബാർ. ചിറയിൽപ്പെട്ട അബൽ ഹാസിയിൽ ചിബാൻ നബി തരുൾ മഷിയായി. അബുൽ ഹാസിയെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് സൈനബിയുടെ മാപ്പിളെ. അപ്പം മൂപ്പരോട് പറയണം, നിങ്ങൾ ഇടപാടാണ് തീർത്താൽ മതി, തെലാക്ക് ചെയ്താൽ മതി, നിങ്ങളെ വെറുതെ വിടാമെന്നാണ്. കുനൈ തന്നാ വിടുകയാണെങ്കിൽ അഷിക്ക് തല കുനൈ ചൊല്ലുക ചൊങ്കിൽ. റസൂലുള്ള പറയാണ് സൈനബാബിയുടെ മാപ്പിളോട്, തെലാക്കാണ് ചൊല്ലുക, നിങ്ങളൊരു പൈസയും തരണം, ഞങ്ങളാണ് പോയിക്കോളി. അപ്പോൾ അബുൽ ആസി പറയുന്ന രംഗമുണ്ട് അവിടെ. ഇതാണ് പക്ഷം അബുൽ ആസി പുരത്തനൈ പൊങ്കിൽ ജീവി പിരിവണ്ടി ഒഷിക്കാ ഞാനും.
ഞാനേ ഉഷിറിനെക്കെ താനെ ഒരിക്കലും നാരീതലാക്കത് ഇളക്കമില്ലേ. അബ്ദുല്ലാസി പറയേണ്ട ജീവനാട് പോയാലും തലാക്ക് കൊല്ലുന്ന ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. നിങ്ങൾ വേറെ ആണെങ്കിൽ എന്നെ കൊന്നോളും, തലാക്ക് കൊല്ലൂലാറ് കുടുങ്ങിയില്ലേ. നാനേ ഉഷിരിനിക്കെ താനേ ഒരിക്കലും നാരീതലാക്കത് ഇളക്കമില്ലേ. ആനേ വിവരങ്ങൾ മനക്കനി ബീബി മറ്റലാൽ വീടകം കേട്ടാനേരം. അങ്ങനെ സൈനബ ബേബി മക്കത്ത് വീട്ടിൽ അറിയാണ് ഈ സംഭവം. ഇങ്ങനെ സ്വർണ്ണ അതിനുള്ള ഇതോ കൊടുത്തോ പൈന് കൊടുത്തല്ലാതെ അവിടുന്ന് പോരാൻ പറ്റില്ല എന്ന് സൈനബ ബേബി അവിടുന്ന് വീട്ടിലറിയാണ്. അങ്ങനെ അവിടുന്ന് സൈനബാബി എന്താ ചെയ്യുന്നറിയോ, ആനേ വിവരങ്ങൾ മരക്കനി ബീബി അറ്റലാം വീടുകം കേട്ട നേരം. ഇതിനാൽ ഒരു മാനിതാമാരർക്ക് തെണ്ടം കൊടുപ്പാൻ കൊടുത്തായത്താൽ. അങ്ങനെ ഒരു മാല കൊടുത്തയച്ചു സൈനബാബി. മാലയെന്നറിയോ, മാലയുടെ അതാ കൊടുത്തയച്ചത് പാക്ക്. മാനിൽ വീണാർഞ്ഞുണ്ടോറ് ദാനം ഹളിറത്തിലേ മാല കൊടുത്ത് നളർ അരിഷർ നബിഹാരം തരീശിത്ത് അരുൾ ചെയ്ത് അതാ ഹദീജക്കുൾ മാലയാമേ. ഖദീജ ബീബിയുടെ മാലം സൈനബ ബീബിക്ക് കല്യാണത്തിന് കൊടുത്താണ്. ആ മാല കൊടുത്തത്. ഇത് കണ്ട് റസൂലിന് ആകെ അന്തം വിട്ടുപോയി. ഖദീജയുടെ ഓർമ്മയും എല്ലാം അങ്ങനെ വന്നിട്ട് അന്തം വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം റസൂലുള്ള ഇത് കൂടാതെ ഒരു സദനം തന്നെങ്കിൽ വിടാമെന്ന് പറയുകയാണ്. തിരികെ ഇത് കൂടാതൊരു നാമം തന്നെങ്കിൽ ചിറയിൽ സൗജെ വിടുക്കാമെണ്ടും. ഭാര്യയെ വിടാം, സൗജത്തെ നിങ്ങളെ വിടാം, ഭർത്താവിനെ വിടാം, ഇതല്ലാതെ എന്തെങ്കിലും വേറെ സാധനം തരണമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് മടക്കി. ആ മാല മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ മടക്കി. ഉരത്ത് മടങ്ങി തരത്താലേ ബേബി താൻ വല്ലി ആയത്തൊണ്ട ഭൂവിയിലപ്പോൾ. ഞാൻ മുത്തറസൂലിൻ്റെ മകള് അവിടുന്ന് എന്താ ചെയ്തതെന്നറിയോ, ആയത്തോതിയിട്ട് പാക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചോളെ, അതാ ചെയ്തത്. ഉരത്ത് മടങ്ങി തരത്താൽ ബീബി താൻ വല്ലി ആയത്തൊണ്ട ഭൂവിയിലപ്പോൾ. തരിത്ത് നബിയുള്ള മരീകർ അബൽ ഹാസിം തന്നാം വിടുത്തിട്ടങ്കയത്താവിന്നാം.